ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒത്തിരി വൈറൽ ഡിസീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഐസൊലേഷൻ വാർഡിലാണ്. അപ്പോൾ ഐസൊലേഷൻ വാർഡിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഫുഡാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ബ്രോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്പൂപ്പന് ഈ ചുറ്റുമുള്ള നമ്മുടെ ബ്രോട്ടിൻ്റെ, അതായത് ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ഒരു സംഭവമില്ലേ, അത് പുള്ളിക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ അത് ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിച്ചണിൽ നിന്ന് കിട്ടും. പുള്ളിക്ക് നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വേണം കൊടുക്കാനായിട്ട്. ജർമ്മനിൽ നമ്മളത് ഷ്മീറൻ ചെയ്യാമെന്ന് പറയും. 2 ടൈപ്പ് ഓഫ് മാർമലാഡയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് സ്ട്രോബെറിൻ്റെ, ഒന്ന് പൈനാപ്പിളിൻ്റെ. സ്ട്രോബെറിക്ക് ഇവിടെ എഡ്ബിറൻ എന്നും പൈനാപ്പിളിന് ഇവിടെ അനാനാസ് എന്നുമാണ് പറയുന്നത്. പിന്നെ ബട്ടറും. പിന്നെ പുള്ളി ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു കോഫി വിത്ത് മിൽക്കാണ്. ഒരു മിൽക്കിൻ്റെ ചെറിയൊരു ഇതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. പിന്നെ ഷുഗറും ഉണ്ട്. നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് പ്രിപ്പയർ ചെയ്ത് മാത്രം പോലെ ഇത് ചെറുതായിട്ട് നമ്മൾ മുറിച്ച് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ സ്റ്റെറിലായിട്ടുള്ള ഏരിയയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. എനിക്കൊരു ജോബിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണിത്. കാരണം എനിക്ക് ഇവരെ പോലെ അത്ര വൃത്തിക്ക് അങ്ങനെ ബ്രോഡ്സിനൊന്നും മുറിക്കാൻ അറിയത്തില്ല. ബിക്കോസ് ഈ ഒരു കത്തിക്ക് ബലം കുറവാണല്ലോ. അപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല ഇങ്ങനെ ഫുഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിൽ. പക്ഷേ ഇപ്പം ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചിലർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫ്ലൈഷ് അല്ലെങ്കിൽ ഇതേപോലെ പല ടൈപ്പ് ഓഫ് ജാംസ് ഉണ്ട്. ഇപ്പോൾ ഈ അപ്പം 2 ടൈപ്പ് ജാമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ബ്രെഡിൽ നമ്മൾ 2 ടൈപ്പ് ജാം തേച്ചിട്ടാണ് കൊടുക്കുക. പുള്ളിക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കഴിക്കും. ചായയുടെ ക്യാനിവിടെ കഫേ ഖാനെ എന്നാണ് പറയുന്നത്. ആ കാനിൽ നമുക്കിതേപോലെ കട്ടൻ കാപ്പിയായിട്ട് നമുക്ക് കിട്ടും. നമ്മളതിൽ മിൽക്ക് ഒഴിച്ചിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ റെഡിയാക്കാൻ. ഇതേപോലെ ഞാൻ മിൽക്ക് ഒഴിച്ച്, അതേസമയം അവർക്ക് ഷുഗർ വേണമെങ്കിൽ ചിലർ ഇതേപോലെ ഷുഗർ ടാബ്ലറ്റ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഇതേപോലെ ഷുഗറിൻ്റെ ചെറിയ സ്റ്റൂക്സ് ആയിരിക്കും. അത് നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി ഒരു ടാബ്ലറ്റിലാക്കിയിട്ട് നമ്മൾ അവരുടെ മുന്നിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇത് ചെറിയ രീതിയിൽ മുറിക്കേണ്ടത്. ചിലർ ഇതിനും കുറച്ചും കൂടെ വലുതായിട്ട് മുറിക്കും. ഈ അപ്പാപ്പന് കഴിഞ്ഞ ദിവസമാണ് ഡിറ്റക്റ്റ് ചെയ്തത് വയ്യായിക. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ എവിടെ പോയാലും ഇത് ജർമ്മനിയിൽ ഒരു ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റാണ്. അതേസമയം എനിക്ക് താഴെ ഒന്ന് പോയിട്ട് എന്തോ ഒരു സാധനം എടുത്തുകൊണ്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നഴ്സ് എന്തോ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ആക്ഷനൊക്കെ കാണിച്ചു, ഞാൻ പോയി പറഞ്ഞെടുത്തു. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ ഉച്ചത്തെ ഫുഡ് വന്നിട്ടുണ്ടായി. ബ്രേക്കുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ പുറത്ത് പോയി നിൽക്കാം, ഇല്ലെങ്കിൽ അവിടെ ഉള്ളിൽ തന്നെ ബ്രേക്ക് എടുക്കാം. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. സോ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയി കുറച്ച് കാറ്റൊക്കെ ഇടാം. പക്ഷേ ഞാൻ ജനറേറ്ററിൻ്റെ ഇടയിലാണ് നിൽക്കണം. ആൾക്കാർക്ക് വേണ്ടാത്ത ഫുഡ് നമ്മൾ നേഴ്സിംഗ് സ്റ്റേഷനിൽ ഇതുപോലൊരു സൈഡുണ്ട്, അവിടെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ ആൾക്കാർ കഴിച്ചതിൻ്റെ ഫുഡ് നമ്മൾ എടുത്ത് കളക്ട് ചെയ്ത് ഇതേപോലത്തെ വണ്ടിയിലാക്കി വേണം നമ്മൾ തിരിച്ച് താഴേക്ക് കൊടുക്കാൻ. താഴെ നമ്മൾ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെടുക്കാനായിട്ട് സർവീസ് ഫാക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ സർവീസ് മാൻസ് വന്ന് അതെടുത്തോളൂ. നമ്മൾ ഈ ഫ്രണ്ടിലൊന്ന് കൊണ്ട് വെച്ചാൽ മാത്രം മതി. അതേപോലെ ഇപ്പം ഞാൻ കാണിക്കുന്നതൊക്കെ മിക്ക സ്റ്റേഷനിലും ഉള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് ഇപ്പോൾ സ്റ്റേഷനിൽ നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പേര് എഴുതി ഇതേപോലൊരു തൂക്കിലാക്കിയിട്ട് നമ്മൾ എഴുതിയിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. പേഷ്യൻസിന് എക്സ്ട്രാ എന്തെങ്കിലും വിഷ് ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് എക്സ്ട്രാ ഒരു പുഡിങ് അല്ലെങ്കിൽ യോഗേർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേഷനിൽ ഇതേപോലത്തെ ഫ്രിഡ്ജുണ്ട്, അവിടെ നമ്മൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തണുത്ത വെള്ളം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉച്ചത്തെ കാര്യം ഇവിടെ ഭയങ്കര കോമഡി ആയിരുന്നു. ഈ അപ്പാപ്പിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇറക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ബ്രൈ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ കുറുക്ക് പോലത്തെ ഒരു സാധനമായിട്ട് ഞാൻ വന്നത്. അപ്പോൾ പുള്ളിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഒന്നെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ സ്പഗേറ്റി മതി എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഇതേപോലെ ബ്രെഡ് ഇരുന്ന് മുറിക്കേണ്ടി വന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡുങ്കൽ ബ്രോട്ട്ഷൻ എന്ന് പറയുന്നത്. ഇത് മുറിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം കേട്ട് കഴിഞ്ഞ് ഒത്തിരി പേര് എന്നെ വഴക്ക് പറയും. ഞാൻ അറിയാണ്ട് ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കാരണം എനിക്ക് ടൈമില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഒരു ടിഷ്യൂ വെച്ച് ഞാനത് ജസ്റ്റ് ഒന്ന് തുടച്ചതാണ്. അപ്പോൾ അപ്പൂപ്പനോടൊന്നും ചോദിക്കണ്ടായിരുന്നു എന്താ പറ്റിയേ എന്നുള്ളത്. അപ്പോൾ പുള്ളിയോട് കുറേ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്കിതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ സങ്കടമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വേറൊരു പേഷ്യൻറ്റിനെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അപ്പച്ചന് ആക്ച്വലി സ്പഗേറ്റി വേണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്പഗേറ്റി ടൊമാറ്റോ സോസും പുള്ളിക്ക് കൊണ്ടു കൊടുത്തായിരുന്നു. ഇതാണ് സ്പഗേറ്റി ടൊമാറ്റോ സോസ്. ചിലർ അതിൽ ബീഫും വേണമെന്ന് പറയാറുണ്ട്. രാത്രിത്തെ ഫുഡ് ഇവിടെ മെയിൻലി ബ്രെഡ് നേരത്തെ കാണിച്ച പോലെ അല്ലെങ്കിൽ ഇതേപോലത്തെ സൂപ്പാണ് കേട്ടോ കൊടുക്കാറ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫസ്റ്റ് തന്നെ ഞാൻ പോയി കുളിച്ചു. കാരണം ഐസൊലേഷൻ വാർഡിലാണല്ലോ വർക്ക് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് കുളിച്ചു. ആൻഡ് ഇനി നമുക്ക് സ്നാക്സും ഈവനിങ് ഫുഡും കൂടെ ഇതാക്കിയിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്ത ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. ബിക്കോസ് എല്ലാവരും കഴിക്കുന്ന ഫുഡൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൗതുകം തോന്നി നിങ്ങളെ കൂടെ കാണിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻ ഓർഡർ.
അപ്പോൾ ലൈക്ക് വൃത്തിക്ക് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ജർമ്മനിയിൽ നിങ്ങൾക്കറിയാം ഡാറ്റ ഷൂട്ട്സ് ഉണ്ട്, അതായത് ഡാറ്റ പ്രൊട്ടക്ഷൻ. ആൾക്കാരുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാതെ ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട് വീഡിയോ എടുക്കുന്നതിന്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലാണോ. പക്ഷേ ഓൾഡ് ഏജ് ഹോമിലാണോ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഓൾഡ് ഏജ് ഹോമിലാണ്. ബിക്കോസ് ഓൾഡ് ഏജ് ഹോമിൽ വരുന്ന വയസ്സായ വ്യക്തികൾ ഓൾറെഡി നമ്മൾ സൈനൊക്കെ ചെയ്തിട്ടായിരിക്കും വരുന്നത്, എൻ്റെ വീഡിയോസ് എടുക്കരുത്, അത് എടുക്കരുത്, ഇങ്ങനെ എടുക്കരുതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഓൾഡ് ഏജ് ഹോമിലാണ് കൂടുതൽ പരിമിതികളുള്ളത്. എന്നാൽ എൻ്റെ കൂടെ പറ്റുന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വലിയ രസമൊന്നും ഇല്ലാതെയാണ് ഞാൻ എടുത്തതെന്ന് അറിയാം, ബട്ട് മன்னிച്ചെടുക്കും ഗൈസ്, മன்னிച്ചെടുക്കും. ഇതൊക്കെ നമ്മുടെ മെനു. സമൂസ ഫോർ സ്നാക്സ് ആൻഡ് പൊറോട്ട ആൻഡ് ചിക്കൻ കറി ഫോർ ഈവനിങ്. എനിക്ക് ഏഷ്യൻ കടയിൽ എന്ത് വാങ്ങാൻ പോയി ഞാൻ, അയ്യോ മോമോസ് കിട്ടുമോ നോക്കാൻ വേണ്ടി പോയപ്പോൾ പൊറോട്ട കിട്ടി. അപ്പോൾ ആദ്യം തന്നെ പൊറോട്ടനെ അങ്ങ് പൊക്കി. ഞാൻ കുറച്ചധികം നേരമായിട്ട് പുറത്തെടുത്ത് വെച്ചേക്കുമായിരുന്നു, അത് രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണ്. ബട്ട് നിങ്ങൾ വിചാരിക്കും സമൂസ എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? സമൂസ എനിക്ക് ഇവിടുത്തെ റവ എന്ന് പറയുന്ന ഒരു ജർമ്മൻ കടയിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. പക്ഷേ നമ്മുടെ നാട്ടിലെ സമൂസ വെച്ച് നോക്കുമ്പോൾ കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. വയർ അങ്ങനെ ലാസ്റ്റ് ഡേ ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂറോളജി ആൻഡ് സ്ട്രോക്ക് എന്ന് കിട്ടിയത്. അപ്പോൾ നഴ്സിങ്ങിന് പോകാൻ താല്പര്യമുള്ളവർ ഒബ്വിയസ്ലി വർക്ക് ചെയ്യേണ്ട ഒരു വാർഡ് തന്നെയാണ്, ലൈക്ക് സ്റ്റേഷൻ തന്നെയാണ് ന്യൂറോളജി ആൻഡ് സ്ട്രോക്ക്. അങ്ങനെ സോ അതാണ്, അങ്ങനെ ആ ഒരു എറ അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ നേരെ വീണ്ടും സ്കൂളിലേക്കാണ് പോകുന്നത്. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഹോം ടൂർ കാണിക്കാത്ത എന്താണ് എന്നുള്ളത്. ഞാൻ ഹോം ടൂർ കാണിക്കാത്തതിന് കാരണം മിക്ക സമയം വീട് ഞാൻ എല്ലാം പക്കയാക്കിയിട്ട് ലൈക്ക് കാണിക്കാം എന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ ചില വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വൃത്തി ആയിട്ടായിരിക്കില്ല ഞാൻ വെച്ചിട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ. പക്ഷെ ഇന്നലെ എനിക്ക് തോന്നിയ ഒരു കൗതുകമാണ്. എനിക്കിവിടെ എപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഇവിടെ വലിയൊരു ചെടി ഇരിപ്പുണ്ട്. ഈ ഒരു ചെടി ഞാൻ എന്തെന്ന് വെച്ചാൽ സൈഡിലിരുന്ന ചെടിയാണ്. ഞാൻ ഇതെടുത്ത് നടുക്കേക്ക് വെച്ചു വെച്ചാൽ ഞാൻ ഹാള് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഫസ്റ്റ് ഹാൾ സെക്കൻഡ് ഹാൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ജനൽ തുറന്നിട്ടിട്ട്, ഇതാണ് എൻ്റെ ഒരു ഇമാജിനറി ബാൽക്കണി ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നടുക്ക് ഞാൻ മരം വെച്ച്, നടുക്ക് ഇങ്ങനെ അത്തിമരത്തിൻ്റെ ഒക്കെ ചുവട്ടിൽ ഇങ്ങനെ കുട്ടികൾ ഇരുന്ന് പുസ്തകം വയ്ക്കില്ലേ, ആ ഒരു ആംബിയൻസ് ഉണ്ടാക്കി എടുത്താണ്. എനിക്ക് പിന്നെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ലൈക്ക് കാണുന്നവർക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നും, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാളാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ഡോണ്ട് ആസ്ക് മീ എന്താണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്, ബട്ട് എനിക്കെന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. കാരണം നേരിട്ട് കാണുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും എപ്പോഴും ഒരേ സാധനം ഒരേ സ്ഥലത്ത് വെക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വൈബിൽ വെച്ചത്. ഏകദേശമായിട്ടുണ്ട് തോന്നുന്നു, നമുക്ക് നോക്കിയാലോ. അയ്യോ പോകാം. ഇവിടെ ഒരു മഴക്കാലമാണ്. ഐ ലവ് ദിസ് വെതർ. ഞാനിത് ജർമ്മൻസിനോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഓടിക്കും, വളം സാക്സ് സോ എന്ന് ചോദിക്കുന്നോട്. അത് ഇനി എന്തിനെങ്ങനെ പറയണേന്ന്. കാരണം എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈക്ക് മഴ, സമൂസ, ചായ കൂടി ഞാൻ കുറച്ച് ഞാൻ നിർത്തിയിരിക്കുകയാണ്. അത്ര നല്ലൊരു ശീലമല്ലാത്തതുകൊണ്ട് ഞാൻ ചായ കുടിക്കുന്നില്ല. സമൂസ ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 8-8:30 ആയിട്ടുണ്ട്. ലൈറ്റ് ഉണ്ട്, പക്ഷേ ഈ 8-8:30 സമയത്ത് വരുന്ന ലൈറ്റ് പെട്ടെന്ന് പോകും. അതാണ് ഞാൻ ഇപ്പം തന്നെ പെട്ടെന്ന് വർത്താനം പറയുന്നത്. കാരണം ഇവിടെ 9 മണിയാകുമ്പോഴത്തേക്കാണ് സൂര്യാസ്തമയം. പക്ഷേ പെട്ടെന്നാണത്, എനിക്ക് ഭയങ്കര സങ്കടമാണ് എവിടെയെങ്കിലും. അപ്പോൾ നമുക്ക് ചിക്കൻ വിങ്സും പിന്നെന്തായിരുന്നു പൊറോട്ടയും. ഓക്കെ, അപ്പോൾ ചിക്കൻ വിങ്സ് നമുക്ക് എടുക്കാം. ചിക്കൻ വിങ്സ് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഇതാണ് ചിക്കൻ വിങ്സ്. ഇത് ഓൾറെഡി മസാല കയറി വെച്ചതാണ്. ഇത് ഓൾറെഡി മസാല ഇട്ട് വെച്ച ചിക്കനാണ്. പക്ഷെ ഇതും ഞാൻ ഓയിൽ ഫ്രീ ആയിട്ട് എല്ലാം ബാക്ക് ഓഫിലാണ് ചെയ്യുന്നത്. മടിയുണ്ട്, പിന്നെ ഹെൽത്തിയാണ്. ഹെൽത്തി മീൻസ് നോ ഓയിൽ ആയതുകൊണ്ട് തന്നെ. ഞാൻ വാങ്ങിച്ചൊരു പുതിയ കട്ടിംഗ് ബോർഡാണ് ഇത്. അതിനൊരു എക്സ്ട്രാ സ്ലേറ്റും ഉണ്ട്, അതായത് നമുക്ക് വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞ സാധനങ്ങൾ മാറ്റാനായിട്ട്. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് വർത്തിയസ്റ്റ് തിങ് ദാറ്റ് ഐ ഹാവ് എവർ ബോട്ട്.
ഞാൻ അരിയാണ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം കൈ മുറിയും തോന്നും പേടിക്കേണ്ട, ഞാനിതിൽ പ്രോയാണ്. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും അരിയുന്നത്. അതായത് ഒരു ഇങ്ങനെ അരികത്തായിട്ട് ഒരു വിരൽ വെച്ചിട്ടാണ് അരിയുന്നത്. പക്ഷെ അതെൻ്റെ ഒരു ടൈപ്പ്, ഞാൻ അങ്ങനെ അരിയാറ്. പണ്ട് ഏഷ്യാനെറ്റിലെ കുക്കറി ചാനൽ കണ്ട് ശീലിച്ചിട്ട് എനിക്കെല്ലാം ഇങ്ങനെ നല്ല ഭംഗിക്ക് ഇങ്ങനെ അടുത്തടുത്ത് നല്ല പാത്രത്തിലൊക്കെ ആക്കി വെക്കണം, എന്നാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ ചിക്കൻ വിങ്സ് നമ്മൾ ഇതേപോലെ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത ബാക്ക് ഓഫനിലേക്ക് വെച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പാൻ എടുത്ത് ചൂടാക്കി ഒരു പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ തുടങ്ങാം. ഇതൊക്കെ എന്ത് മസാലയാണ് നിങ്ങൾ ചോദിക്കും. മുളക് പൊടി ഇതെനിക്ക് മാത്രം മനസ്സിലാവുള്ളൂ, ഇതിൻ്റെ ലോജിക്കൊന്നും ചോദിക്കരുത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗാർലിക് പൗഡർ, സാമ്പാർ പൊടി, ഗരം മസാല, ചട്ട് മസാല, മീറ്റ് മസാല. യെസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം, പൊറോട്ട ഉണ്ടാക്കാം. ഈ സ്പൂൺ കണ്ടോ, ഇതെൻ്റെ പപ്പപ്പയുടെയാണ്. പപ്പപ്പ മീൻസ് എൻ്റെ മമ്മിയുടെ പപ്പ. അപ്പോൾ പപ്പപ്പ ഇങ്ങനെ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയാണെന്ന് തോന്നുന്നു, മുളക് പൊടി ഇട്ടിരുന്ന സ്പൂണായിരുന്നു ഇത്. ആൻഡ് പപ്പപ്പ ഇതിങ്ങനെ ഇടുന്ന കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് വരുമ്പോൾ എന്താ നിനക്ക് വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ മമ്മമ്മേനോട് പറഞ്ഞത് എനിക്ക് പപ്പപ്പയുടെ സ്പൂൺ തന്നു വിടണം എന്നുള്ളതായിരുന്നു. ബിക്കോസ് എവറി ടൈം ഐ ടേക്ക് ദ സ്പൂൺ ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ഹിം. ഈ കുക്കിങ്ങൊക്കെ ഒരു ആർട്ടാണെന്ന് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ പപ്പപ്പ കുക്ക് ചെയ്യുന്ന കാണുമ്പോഴാണ്. ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല, കാരണം എല്ലാ കറിക്കും ഉപ്പ് വേണം. അപ്പം ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും അതിന് ഉപ്പിടും. ഓരോ തവണ ഞാൻ ഉപ്പിടുമ്പോൾ ഞാൻ പപ്പപ്പേനെ ഓർക്കാറുണ്ട്. സോ ഇത് ഞാൻ ഉപ്പിന് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം ഇത് കുരുമുളക് പൊടിയിലാണ് ഇട്ട് വെച്ചത്, കാരണം ഇത് കുരുമുളക് പൊടിയിലും മുളക് പൊടിയിലാണ് പപ്പപ്പ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കുരുമുളക് പൊടി എപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ എനിക്ക് ഈ സ്പൂൺ എപ്പോഴും യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഉപ്പിലിട്ട് വെച്ചത്. ഉപ്പിലിട്ട സ്പൂൺ. ഓക്കെ, സോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ചിക്കൻ കറി. ഞാൻ പൊറോട്ട പൊട്ടിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് കണ്ടത്. ഇത് എന്താ സാധനം എനിക്കറിയാൻ പാടില്ല, പക്ഷെ നമുക്ക് ചുട്ടു നോക്കാതാണേലും. ഈശ്വര, എൻ്റെ ആരംഭത്തിൽ ഇതൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പറ്റും, നമുക്ക് നോക്കാം എന്താ സംഭവം, നമുക്കൊന്ന് ചുട്ടു നോക്കാം. ഗൈസ്, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് അയ്യോ, കൊറിയൻ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. സാധാരണ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഹാഫ് എന്താ പറയുക ഡൺ ആയിട്ടുള്ള സാധനമാണ് ഞാൻ വാങ്ങുന്നത്. നമ്മുടെ ചൂട് ചിക്കൻ കറി ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഇത് ഈ ഒരു കഷ്ണം നോക്കി അങ്ങ് എടുക്കുക. എന്താ പറയാ, ക്ഷമയില്ല. പൊറോട്ട, എനിക്ക് പൊറോട്ടയും ബീഫിനേലും ഇഷ്ടം പൊറോട്ടയും ചിക്കൻ കറി ഉണ്ടോ, എടുക്കുക. അടിപൊളി ഗൈസ്. എൻ്റെ കസിൻ, എൻ്റെ ബ്രദർ തന്നെയാണ് ഗീവു. ഗീവുവിന് ഇതേപോലെ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. ഗീവു ഇത് കാണുന്നുണ്ടെന്നറിയാം. ഗീവു നിനക്കായിട്ടാ നക്കയച്ച. അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആൻഡ് വാട്ട് മൈ പേഷ്യൻസ് ഈറ്റ് ഇൻ എ ഡേ വീഡിയോ. ഈ ഒരു വീഡിയോ എന്തായി തീർന്നു എന്നെനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു വീഡിയോ ആണ്. സോ എങ്ങനെയായിരിക്കും ഇത്, എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ റെസ്പോൺസ് എന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ബിക്കോസ് ഈ ഒരു വീഡിയോ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ്, പേഷ്യൻസ് എന്താണ് കഴിക്കുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ട് മാത്രം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ജർമ്മനിയിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കാവുന്നതാണ്. എനിക്ക് ആക്ച്വലി എല്ലാം വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ജർമ്മനിയിൽ ദർ ആർ സെർട്ടൈൻ റൂൾസ്.
നമ്മൾ അകത്ത് കിടക്കും ഒരു പരിധി കൂടുതൽ നമ്മുടെ ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആംഗിളൊക്കെ, അതായത് വീഡിയോ എടുക്കുന്ന ആംഗിളൊക്കെ ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും വണക്കം. ഒരു കാര്യം പറയാൻ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. ബൈ.